ഇപ്പോൾ വി ശിവൻകുട്ടി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്തൊക്കെ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. സ്കൂളുകൾക്ക് വന്ന വലിയ മാറ്റങ്ങളുണ്ട്. ഒറ്റ സ്കൂൾ പോലും പൂട്ടാതെ സ്കൂളുകളെല്ലാം മികവോടെ മുന്നോട്ട് പോയ 10,000-കണക്കിന് സ്കൂളുകൾ കേരളത്തിലെ വലിയ തോതിൽ മികവോടെ മികച്ച സ്കൂൾ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഹൈടെക് ലാബുകൾ, മികച്ച സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇതൊക്കെയായി മാറുന്നുണ്ട്. ഞാനത് ഓർക്കാൻ കാര്യം, ആ LP സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ ആ ബിൽഡിങ്ങിലേക്കും ചുറ്റുവട്ടമൊക്കെ വളരെ കാര്യമായി നോക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ നിലയിൽ ആലോചിച്ചത്. ഷീജയും ആ സ്കൂളും ആ സ്കൂൾ പരിസരവും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ സ്കൂളിനെക്കുറിച്ച് കൂടി, ഇവരൊക്കെ വോട്ട് ചെയ്യാനെത്തിയ ആ സ്കൂളിനെക്കുറിച്ച് കൂടി ചോദിച്ചത്. തീർച്ചയായും ശരത്ത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഞാനും ഈ സ്കൂളിലേക്ക് ഇപ്പോൾ രാവിലെ ഈ പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ 6 മണിക്ക് നമ്മുടെ ലൈവ് നൽകുന്നതിന് വേണ്ടി എത്തിയപ്പോൾ ഇവിടെ ആ സ്കൂളിന്റെ ഒരു മാറ്റം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഏത് രീതിയിലാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഇവിടെ ഈ മുടവൻമുകൾ LPSലും കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓരോ ക്ലാസ് റൂമുകളും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലാണ് മാറിയിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണം പറയുന്നതിൽ ഈ മുടവൻമുകൾ LPSും നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. LPS ആണെന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി കുഞ്ഞു കുരുന്നുകളാണ് സ്കൂളുകളിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി ഓരോ ക്ലാസ് മുറികളും ആ രീതിയിലുള്ള വൈവിധ്യമാർന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി സജ്ജമാക്കിയിട്ടുള്ള ഒരു സ്കൂൾ, ആ രീതിയിൽ മാറിയിട്ടുള്ള ഒരു സ്കൂൾ കൂടിയാണ് മുടവൻമുകൾ LPS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയപ്പോൾ ആ സ്കൂളിനെ ഒന്ന് ആകെ അദ്ദേഹം നോക്കുന്നതും നമുക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് രീതിയിലാണ് ഈ പൊതുവിദ്യാലയങ്ങൾ മാറിയത് എന്നുള്ളതിൽ അതിൽ വലിയ തോതിൽ അതിൽ ചുക്കാൻ പിടിച്ച വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിനടുത്ത് നിൽക്കുന്നത് വി ശിവൻകുട്ടി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏതൊക്കെ രീതിയിലാണ് പൊതുവിദ്യാഭ്യാസ മേഖല അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിയത് എന്നുള്ളതിൽ നിർണായക റോള് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് വി ശിവൻകുട്ടി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അടുത്ത ഊഴം ഇവിടെ നിന്നും നേമം മണ്ഡലത്തിൽ നിന്നും തേടുന്നത്. ഏതായാലും ഇപ്പോൾ വാശിയേറി മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ നേമം മണ്ഡലം എന്ന് പറയുന്നത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേമം മണ്ഡലവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ കഴിഞ്ഞ ദിവസം വരെയും വാർത്തയിലുടനീളം നിറഞ്ഞു നിന്ന ഒരു മണ്ഡലം എന്നുള്ളൊരു പ്രത്യേകത കൂടി നേമത്തിനുണ്ട് എന്നതും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു തന്നെ പോകേണ്ടതാണ് ശരത്ത്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. മുടവൻമുകൾ, അതായത് നേമം നിയോജക മണ്ഡലത്തിൽ, അത് മുടവൻമുകൾ എന്ന് പറയുമ്പോൾ അത് മോഹൻലാലിൻ്റെ ജന്മനാട് കൂടിയാണ്. അദ്ദേഹം താമസിക്കുന്നത്, പതിറ്റാണ്ടുകളായി താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ മോഹൻലാൽ എത്തിയിട്ടുള്ളത്. മോഹൻലാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളിലൂടെ ഒരു നോട്ടം കൊണ്ടുപോലും എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആലോചിക്കുന്നത്, മനസ്സെന്താണ് എന്ന് ഇത്രമേൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഒരു അതുല്യ നടൻ എന്നതൊക്കെ ഓർത്തുപോയ ഒരു സമയം. ആ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ, ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ ആ സ്കൂളൊക്കെ ചുറ്റും ഒന്ന് ഓടിച്ചു നോക്കി നിൽക്കുന്ന മോഹൻലാലിനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഷീജയോട് ആ സ്കൂളിനെക്കുറിച്ച് കൂടി സംസാരിച്ചതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്.